വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 9th November 2022 നടന്ന SSC CPO എക്സാമിൻ്റെ ഷിഫ്റ്റ് 1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ് സ്കാൻഡി ആണ്. സ്കാൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സ്കാഴ്സ് അല്ലെങ്കിൽ സ്കാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് കൂടുതൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി അബണ്ടൻ്റ് ആണ്. എക്സ്പീഡിയൻ്റെ മീനിങ് വരുന്നത് കൺവീനിയൻ്റ് ആണ്. പാൾട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്കേഴ്സ് അല്ലെങ്കിൽ മിനിമൽ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. പിന്നെ നാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേർട്ടി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ സെൻറ്റൻസിന് പകരം ഒരു വൺ വേർഡ് യൂസ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. ഇവോക്കിംഗ് എ കീൻ സെൻസ് ഓഫ് സാഡ്നെസ് ഓർ റിഗ്രറ്റ്. അപ്പോൾ ദയനീയമായത് അതിനുള്ളൊരു വൺ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പോയിഗ്നൻറ്റ്, ദയനീയമായത്. പഞ്ചൻ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ലിംഗ് ആണ്. ഇമ്പാക്റ്റ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ക്രിയേറ്റ്സ് എൻ ഇമ്പാക്റ്റ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺഎഫക്റ്റിംഗ് എന്ന് വെച്ചാൽ എഫക്റ്റ് ഒന്നും ഇല്ലാത്തത്, അതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പോയിഗ്നൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് ആസ്പെറിറ്റി എന്നുള്ള വേർഡിൻ്റെ ആൻറ്റോണിമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആസ്പെറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഷ് അല്ലെങ്കിൽ റഫ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് സഭ്യതയുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, സിവിലിറ്റി. വിറിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലെങ്കിൽ മാൻലി എന്നുള്ളതിനെയാണ് നമ്മൾ വിറിലിറ്റി പറയുന്നത്. ആക്രിഡിറ്റി, ആക്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റർ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ക്യൂരിയോസിറ്റി, ആകാംക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സിവിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റോണിം ഫോർ ദ ഫോളോയിങ് വേർഡ്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള ആ വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് ഹെർ സ്പ്രൈ ആൻഡ് അത്ലറ്റിക് ബിൽഡ് ഷീ വൺ ദ റേസ് ഈസിലി. അപ്പോൾ ഇതിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള വേർഡ് സ്പ്രൈൻ്റെ മീനിങ് വരുന്നത് ആക്റ്റീവ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അലസമായതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലെത്താർജിക്. എജൈൽ എന്ന് പറയുമ്പോൾ വിച്ച് മൂവ്സ് ക്വിക്ക്ലി എന്നുള്ളതാണ്. സ്ലൂത്ത്, കുറ്റാന്വേഷകനെയാണ് നമ്മൾ സ്ലൂത്ത് പറയുന്നത്. വർക്കഹോളിക്, ഹൂ ഈസ് ഓൾവേസ് ബിസി വിത്ത് വർക്കിനെയാണ് നമ്മൾ വർക്കഹോളിക് പറയുന്നത്. Next question, read the given sentence and select the most appropriate antonym of the word deplete from the following options. അപ്പോൾ നമുക്ക് ഡിപ്ലീറ്റ് എന്നുള്ള വേർഡിൻ്റെ ആൻറ്റോണിമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിപ്ലീഷൻ ഓഫ് ഓൾഡ് തിങ്സ് ഹാസ് ബിക്കം എ ഫാൻസി ബിസിനസ് ആസ് ഇറ്റ് ബ്രിങ്സ് ബാക്ക് ഓൾഡ് മെമ്മറീസ് ബട്ട് അറ്റ് എ ഹൈ കോസ്റ്റ്. അപ്പോൾ ഡിപ്ലീഷൻ എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ റെഡ്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ടു ക്രിയേറ്റ് തിങ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്നത് ഓപ്ഷൻ എ, റിസ്റ്റോർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. ഹാർട്ട് ആൻഡ് സോൾ. ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ എഫേർട്ടും എടുത്തിട്ട് ചെയ്യുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ ഹാർട്ട് ആൻഡ് സോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, വിത്ത് ഓൾ ദി എഫേർട്ട് യു ക്യാൻ പുട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു 4 segments. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏതോ ഒരു പാർട്ടിൽ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. അത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈസ് നത്തിങ് എൽസ് ദാൻ ഷിയർ ഫൂളിഷ്നെസ് ദാറ്റ് യു ഹാവ് ഡിസൈഡഡ് ടു റിസൈൻ. ഇതിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇറ്റ് ഈസ് നത്തിങ് എൽസ് ദാൻ, അവിടെയാണ് നമ്മുടെ എറർ വരുന്നത്. കാരണം നമ്മളൊരു സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ എൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദാൻ അല്ല ബട്ടാണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എറർ വരുന്നത് ഓപ്ഷൻ എയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ വൺ വേർഡാണ് നമ്മൾ ഈ ഓപ്ഷൻസിന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. പ്രോഫിറ്റബിൾ yielding ഫിനാൻഷ്യൽ ഗെയിൻ. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഗെയിന് വരുന്ന ഒരു ബിസിനസ്സിനൊക്കെ നമ്മൾ സാധാരണ എന്ത് വേർഡ് പറയുന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് യൂസേജ് വരുന്നത് ഓപ്ഷൻ ബി, ലൂക്രേറ്റീവ് എന്നുള്ളതാണ്.
ലൂക്രേറ്റീവ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വിച്ച് ഗിവ്സ് എസ് പ്രോഫിറ്റ് ആണ് വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ലൂഡിക്രസ് എന്നുള്ള പറയുന്നത് റിഡിക്കുലസിനെയാണ് നമ്മൾ ലൂഡിക്രസ് പറയുന്നത്. ലൂഡൈറ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂ ഒപ്പോസസ് ന്യൂ ടെക്നോളജി, അങ്ങനത്തെ ആൾക്കാരെന്നെയാണ് നമ്മൾ ലൂഡൈറ്റ് പറയുന്നത്. ലഗർ എന്നുള്ള പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഫിഷിംഗ് ബോട്ടിനെയാണ് നമ്മൾ സാധാരണ ലഗർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. സം പീപ്പിൾ ആർ ഇൻ ദ ഹാബിറ്റ് ഓഫ് ഷെയറിംഗ് ഡാഷ് ആൻഡ് ബുൾ സ്റ്റോറി ഓൺ അൺസൂട്ടബിൾ ഒക്കേഷൻസ്. അതിൻ്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. അൺബിലീവബിൾ സ്റ്റോറീനെയാണ് നമ്മൾ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ടു റീപ്ലേസ് ദ ഇറ്റാലിസൈസ്ഡ് വേർഡ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു വേർഡ് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സിമിലർ മീനിങ് അല്ലെങ്കിൽ സിനോണിമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൊളോസൽ ഗ്രാനൈറ്റ് ഒബലിസ്ക് വെർ ഇറക്റ്റഡ് ബൈ ഓൺലി എ ഫ്യൂ കിങ്സ്. ഒബലിസ്ക് എന്നുള്ള പറയുന്നത് സ്തൂപം എന്നുള്ളത് തന്നെയാണ്. നമ്മൾക്ക് ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വേർഡ് കൊളോസൽ എന്നുള്ളതാണ്. കൊളോസലിൻ്റെ മീനിങ് ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജൈജാൻറ്റിക് ആണ്. ലില്ലിപുട്ടിയൻ, മൈന്യൂട്ട്, മിനിസ്ക്യൂൾ ഇതൊക്കെ സ്മോൾ എന്നുള്ളതാണ്. ഇതെല്ലാതും നമ്മുടെ കൊളോസൽ എന്നുള്ള വാക്കിൻ്റെ ആൻറ്റോണിംസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ഇഡിയം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് 2 toddlers to handle and no house help at her disposal, Shilpa can never put her house in apple pie order. അപ്പോൾ ശില്പയ്ക്ക് 2 ചെറിയ കുട്ടികളുള്ളത് കാരണം പിന്നെ വേറെ ഹൗസ് ഹെൽപ്പൊന്നും ഇല്ലാത്ത കാരണവും വീട് കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്നാണ് ആപ്പിൾ പൈ ഓർഡർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു പൈയിൽ ശരിക്കും ആപ്പിൾ നമ്മൾ നല്ല രീതിയിലാണ് കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് ഓപ്ഷൻ സി ആണ്, കംപ്ലീറ്റ്ലി അറേഞ്ച്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. വെൻ ദ വെദർ ഇസ് ഹോട്ട് ഐ വിൽ ലൈക്ക് ടു ഈറ്റ് ഐസ്ക്രീം. അപ്പോൾ ഈ സെൻറ്റൻസ് വരുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ വില്ല് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെന്ന്, വൈല് പോലെയുള്ള വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വില്ല് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്, ഐ ലൈക്ക് ടു ഈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്കൊരു ഇതിന് പറ്റിയ ഒരു വൺ വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൺ ഹൂ ടേക്സ് എ ഡാർക്ക് വ്യൂ ഓഫ് തിങ്സ്. അപ്പോൾ ലൈഫിൽ എന്ത് വന്നാലും അതിൻ്റെ നെഗറ്റീവ്സ് മാത്രം കാണുന്ന ഒരാൾ, അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ പറയുന്നത് പെസ്സിമിസ്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പെസ്സിമിസ്റ്റ്. പീഡൻ്റ് എന്നുള്ള പറയുമ്പോൾ പെർഫെക്ഷനിസ്റ്റിനെയാണ് നമ്മൾ സാധാരണ പീഡൻ്റ് പറയുന്നത്. പെരിസ്കോപ്പ് ഒരു ഡിവൈസാണ്. നമ്മുടെ സബ്മറീനിന് പുറത്തേക്കുള്ള എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനാണ് നമ്മൾ പെരിസ്കോപ്പ് പറയുന്നത്. പോളിഗ്ലോട്ട് എന്നുള്ള പറയുമ്പോൾ വൺ ഹൂ നോസ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ആണ്. വൺ ഹൂ നോസ് ടു റീഡ് ആൻഡ് റൈറ്റ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ പോളിഗ്ലോട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹിസ് എക്സ്പ്ലനേഷൻ ഇസ് ഓൾവേസ് കൺസൈസ്. കൺസൈസിൻ്റെ മീനിങ് വരുന്നത് ചുരുക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് നീണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ലെങ്തി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. ഇഫ് ദർ ഇസ് നോ നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്, സെലക്ട് നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള വേർഡിന് പറ്റിയൊരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇനി എങ്ങാനും അത് നോ എറർ ആണെങ്കിൽ നമ്മുടെ ആൻസർ നോ എറർ ആയിട്ട് മാർക്ക് ചെയ്താൽ മതി. ആസ് സൈമൺ ഹാഡ് ഓൾറെഡി ബീൻ ടു ദ പാർക്ക്, ഹീ ലീഡ് ദ വേ ഫോർ ദി അതർ ചിൽഡ്രൻ. അപ്പോൾ ഈ സെൻറ്റൻസ് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഒരു സെൻറ്റൻസ് വരികയാണെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റും ആയിരിക്കണം. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്, ലെഡ് ദ വേ ആണ് നമ്മുടെ ആൻസർ വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ പാസേജ് തന്നിട്ടുണ്ട്, ആ പാസേജിലെ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യും, പിന്നെ അതുപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എ സൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ് അബവ്. അപ്പോൾ ഈ പാസേജ് പറയുന്നത് ഫുള്ളി റിസർവേഷനെ പറ്റിയിട്ടും പിന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്ത് വരുന്നെന്നും അത് സൊസൈറ്റിക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, റിസർവേഷൻ ഫോർ ഇക്വാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിനി ആ ബ്ലാങ്ക് ഫിൽ ചെയ്യാനാണ്. റിസർവേഷൻ ഇസ് എ പാർട്ട് ഓഫ് ഡാഷ് ആക്ഷൻ. അപ്പോൾ റിസർവേഷൻ എന്ന് പറഞ്ഞത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി എന്നുള്ളത് കറക്റ്റീവ് ആക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡാഷ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റേസ്, റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ അതവിടെ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്കവിടെ മീനിങ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്, എസ്റ്റാബ്ലിഷസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹവെവർ ദ ഗവൺമെൻറ് മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ ഡാഷ് ഓഫ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓർ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ അവിടെ ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ അവർ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി, അഡ്വാൻസ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, further up to 10% of the seats may be dash for such sections for admission in educational institution. അപ്പോൾ സംവരണം എന്നുള്ളതാണ് അവിടെ വേർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, റിസർവ് ആണ്. പ്രിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സംരക്ഷിക്കുക എന്നുള്ളതാണ്, അതല്ല അവിടുത്തെ ആൻസർ വരേണ്ടത്, റിസർവ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജാണ്. അപ്പോൾ ഈ പാസേജിൽ നമുക്കിതുപോലെ കുറേ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്, ആ ബ്ലാങ്ക്സ് നമ്മൾ ഫില്ലപ്പ് ചെയ്യാണ് വേണ്ടത്. എ ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ഡാഷ് എക്കോസിസ്റ്റം സച്ച് ആസ് ലേക്സ് ആൻഡ് റിവേഴ്സ്, അണ്ടർഗ്രൗണ്ട് അക്വിഫേഴ്സ്, സ്വാംസ്, കോറൽ റീഫ്സ് ആൻഡ് മെനി അതേഴ്സ്. അപ്പോൾ ഇതെല്ലാം വെറ്റ്ലാൻഡിൽ ഉൾപ്പെട്ടതാണെന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഫസ്റ്റ് വൺ ഡി, ഇൻക്ലൂഡ്സ് ആണ്. ബാക്കി എല്ലാ വാക്കുകളും ലീവ് ഔട്ട്, ഒമിറ്റ്, എക്സ്ക്ലൂഡ് ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇതെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നാണ് നമുക്ക് മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഇൻക്ലൂഡ്സ് ആണ്. ആൻഡ് മെനി അതർ ബട്ട് ഓൾസോ ഹ്യൂമൻ മെയ്ഡ് ആർട്ടിഫിഷ്യൽ സൈറ്റ്സ് ഡാഷ് ഫിഷ് പോണ്ട്സ് ഓർ റിസർവോയർസ്. അപ്പോൾ സെക്കൻഡ് വണ്ണ് നമ്മുടെ ആൻസർ വരുന്നത് സച്ച് ആസ് ആയിരിക്കണം, എന്ന് വെച്ചാൽ അതുപോലത്തെ എന്നുള്ളതാണ് അവിടെ മീനിങ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് സച്ച് ആസ് ആണ്. നെക്സ്റ്റ് വൺ, ഇൻ ഫാക്ട് ദേ ഡാഷ് മോർ കാർബൺ ദാൻ എനി അതർ എക്കോസിസ്റ്റം. അപ്പോൾ അവർ ബാക്കി എക്കോസിസ്റ്റത്തിലേക്കാളും കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ സി, സ്റ്റോർ ആണ്. സ്റ്റോർഡ് അവിടെ വരില്ല, കാരണം അത് പാസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി, സ്റ്റോർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് പീറ്റ്ലാൻഡ്സ് എലോൺ സ്റ്റോറിങ് ട്വൈസ് ഡാഷ് ഓൾ ദ വേൾഡ്സ് ഫോറസ്റ്റ്. അപ്പോൾ അത്രയ്ക്കും എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ ആൻസർ വരേണ്ടത് ആസ് മച്ച് ആസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, wetlands are disappearing 3 times dash forests and are Earth's most threatened ecosystem. അപ്പോൾ അവിടെ നമ്മൾ 3 times ഫോറസ്റ്റിനേക്കാളും വേഗത്തിൽ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ രണ്ട് കാര്യത്തിൻ്റെ കമ്പാരിസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ഫാസ്റ്റർ ദാൻ ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഷിഫ്റ്റിൽ തന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.